1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് മോഹൻലാൽ വിശ്വനാഥൻ നായർ ജനിക്കുന്നത്. അച്ഛൻ വി വിശ്വനാഥൻ നായർ സെക്രട്ടേറിയറ്റിലെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. അമ്മ ശാന്തകുമാരി. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം തിരുവനന്തപുരത്തെ മുഴുവൻ മുകളിലേക്ക് താമസം മാറി. വളരെ ശാന്തവും സൗമ്യവുമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ലാലിന്റെ ബാല്യം. അച്ഛൻ നിയമവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ വീട്ടിൽ അച്ചടക്കവും വായനാ പഠനവും പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ ലാലിന് താല്പര്യം മറ്റൊന്നിലായിരുന്നു, കലയിലും കായിക രംഗത്തും. തിരുവനന്തപുരം മോഡൽ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ മികച്ച നടനുള്ള അവാർഡ് നേടി. തന്നേക്കാൾ മുതിർന്ന 10ാം ക്ലാസ്സുകാരോട് മത്സരിച്ചാണ് അന്ന് ലാൽ ആ പുരസ്കാരം നേടിയത്. പിന്നീട് MG കോളേജിൽ നിന്ന് BCom ബിരുദം നേടി. പക്ഷേ പലർക്കും അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്, ഒരു മികച്ച ഗുസ്തിക്കാരൻ കൂടിയായിരുന്നു മോഹൻലാൽ. 1977-78 കാലഘട്ടത്തിൽ കേരള സംസ്ഥാന ഗുസ്തി ചാമ്പ്യൻഷിപ്പ് പട്ടം മോഹൻലാൽ സ്വന്തമാക്കിയിരുന്നു. ദേശീയതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അതേ സമയത്താണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായിരുന്ന തിരുനോട്ടം ഷൂട്ടിംഗ് നടക്കുന്നത്. 1978 സുഹൃത്തുക്കളായ പ്രിയദർശൻ, സുരേഷ് കുമാർ, അശോക് കുമാർ എന്നിവർക്കൊപ്പം ചേർന്നാണ് തിരുനോട്ടം എന്ന സിനിമ നിർമ്മിക്കുന്നത്. എന്നാൽ സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ കാരണം ആ ചിത്രം അന്ന് തിയേറ്ററുകളിൽ എത്തിയില്ല. 1980 ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് മോഹൻലാൽ ബിഗ് സ്ക്രീനിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അന്ന് ഫാസിലും സംഘവും കണ്ടെത്തിയ ആ ചെറുപ്പക്കാരൻ പിന്നീട് മലയാള സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതി. വില്ലനിൽ നിന്ന് സഹനടനായും പിന്നീട് നായകനായും ഉയർന്ന ലാൽ 80കളുടെ മധ്യത്തോടെ മലയാളത്തിലെ ഏറ്റവും മികച്ച കളക്ഷൻ നടനായി മാറി. രാജാവിന്റെ മകൻ, ചിത്രം, കിരീടം, ഭരതം, ദേവാസുരം, സ്ഫടികം, ആറാം തമ്പുരാൻ തുടങ്ങി ഒന്നിനു പുറകെ ഒന്നായി ഇൻഡസ്ട്രി ഹിറ്റുകൾ. അഭിനയം ലളിതമാക്കിയ നടൻ എന്ന പേര് അദ്ദേഹം നേടിയെടുത്തു. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴും വരുമാനം വെറുതെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുവെക്കാൻ മോഹൻലാൽ തയ്യാറായിരുന്നില്ല. ബിസിനസ് രക്തത്തിലുണ്ടായിരുന്ന ലാൽ തന്റെ 20കളുടെ അവസാനം തന്നെ ആദ്യ ബിസിനസ് സംരംഭത്തിന് തുടക്കമിട്ടു. അതായിരുന്നു യൂണി റോയൽ മെറൈൻ എക്സ്പോർട്ട്. വിഴിഞ്ഞത്തും കൊച്ചിയിലുമായി കേന്ദ്രീകരിച്ച് കടൽ വിഭവങ്ങൾ വിദേശത്തേക്ക് കയറ്റിയേക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു അത്. സിനിമയിൽ നിന്ന് കിട്ടിയ വരുമാനം ഉപയോഗിച്ച് സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹം ആരംഭിച്ച ഈ പദ്ധതി ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പരീക്ഷണമായിരുന്നു. തുടർന്ന് മലയാള സിനിമയിലെ സാങ്കേതിക സൗകര്യങ്ങളുടെ കുറവ് നികത്താൻ അദ്ദേഹം തീരുമാനിച്ചു. തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച വിതരണ കമ്പനികളിലൊന്നായ പ്രണവം ആർട്സ് ആരംഭിച്ചു. കാലാപാനി, വാനപ്രസ്ഥം, ഹിസ് ഹൈനസ് അബ്ദുള്ള തുടങ്ങിയ ക്ലാസിക് സിനിമകൾ നിർമ്മിച്ച് ഈ ബാനറിലായിരുന്നു. 2000കളുടെ തുടക്കത്തോടെ മോഹൻലാൽ തന്റെ ബിസിനസ്സുകളെ തികച്ച പ്രൊഫഷണലാക്കി മാറ്റി. 2000 ആന്റണി പെരുമ്പാവൂരുമായി ചേർന്ന് ആരംഭിച്ച ആശീർവാദ് സിനിമാസ് ഇന്ന് മലയാളത്തിലെ ഏറ്റവും ലാഭകരമായ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. നരസിംഹം മുതൽ ദൃശ്യം, പുലിമുരുകൻ, എമ്പുരാൻ വരെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുകൾ ഈ ബാനറിന്റെ പേരിലാണ്. നിർമ്മിക്കുന്ന ചിത്രങ്ങൾ വിതരണം ചെയ്യാൻ മാക്സ് ലാബ് എന്ന വിതരണ കമ്പനിയും അവർ തുടങ്ങി. വിസ്മയ മാക്സ് തിരുവനന്തപുരത്തെ കിംഫ്ര ഫിലിം പാർക്കിൽ ആരംഭിച്ച പ്രൊഫഷണൽ ആനിമേഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആണിത്. സിനിമകളുടെ സൗണ്ട് മിക്സിംഗ്, ഡബ്ബിംഗ്, എഡിറ്റിംഗ് എന്നിവയ്ക്കായി വിദേശ സാങ്കേതിക വിദ്യകൾ കേരളത്തിൽ എത്തിച്ചതിൽ ഈ സ്ഥാപനം വഹിച്ച പങ്ക് വലുതാണ്. പിന്നീട് ഇത് ഏരീസ് ഗ്രൂപ്പിന് കൈമാറുകയും ഏരീസ് വിസ്മയ മാക്സ് ആയി മാറുകയും ചെയ്തു. കൊച്ചിയിലെ പ്രശസ്തമായ 4 സ്റ്റാർ ഹോട്ടൽ ട്രാവൻകൂർ കോർട്ട് മോഹൻലാലിന്റെ വലിയൊരു നിക്ഷേപമാണ്. കൂടാതെ UAE-യിലും ഇന്ത്യയിലുമായി ക്യാപിറ്റൽസ് ക്യാബിൻ, ദി ഹാർബർ മാർക്കറ്റ് തുടങ്ങിയ റെസ്റ്റോറന്റുകളിലും അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട്. മോഹൻലാൽസ് ടേസ്റ്റ് ബഡ്സ് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലും കേരളത്തിലും ഏറെ പ്രശസ്തമായ അച്ചാറുകളും മസാലക്കൂട്ടുകളും പാക്ക് ചെയ്ത് ഫുഡ് പ്രൊഡക്റ്റുകളും വിപണിയിലെത്തിച്ച പ്രമുഖ ബ്രാൻഡായിരുന്നു ഇത്. അതുപോലെ തന്നെ ദുബായ്, അബുദാബി തുടങ്ങിയ GCC രാജ്യങ്ങളിലും ബാംഗ്ലൂർ, ചെന്നൈ, കേരളം എന്നിവിടങ്ങളിലുമായി നിരവധി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ മോഹൻലാലിനുണ്ട്. കൂടാതെ തിയേറ്റർ ചെയിനുകളിലും മൾട്ടിപ്ലക്സ് സംരംഭങ്ങളിലും അദ്ദേഹത്തിന് പ്രധാന പങ്കാളിത്തമുണ്ട്. ഒരു വിജയിയായ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ മോഹൻലാലിൽ നിന്ന് ഏതൊരു സംരംഭകരും പഠിക്കാൻ കഴിയുന്ന ചില പ്രധാന പാഠങ്ങളുണ്ട്. തനിക്ക് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന് ലാലിന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഓരോ ബിസിനസ്സും നോക്കി നടത്താൻ ആന്റണി പെരുമ്പാവൂരിനെ പോലെ തികച്ചും വിശ്വസ്തരായ ആളുകളെ ചുമതലപ്പെടുത്തി. സിനിമയിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ഫുഡ്, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, IT, ടെക്നോളജി എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹം നിക്ഷേപിച്ചു. ഒന്ന് തകർന്നാലും മറ്റൊന്ന് താങ്ങി നിർത്തും എന്ന തത്വം അദ്ദേഹം കൃത്യമായി നടപ്പിലാക്കി. തന്റെ പേരും ജനപ്രീതിയും ഏറ്റവും മാന്യവും വിശ്വസനീയവുമായ രീതിയിൽ ബിസിനസ്സുകളിലേക്ക് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആരംഭിച്ച എല്ലാ ബിസിനസ്സുകളും വൻ വിജയമായിട്ടില്ല. എന്നാൽ നഷ്ടം വരുന്ന പ്രൊജക്ടുകളിൽ നിന്ന് കൃത്യസമയത്ത് പിന്മാറാനും പുതിയയിലേക്ക് ചുവടുവെക്കാനും അദ്ദേഹം ഭയന്നില്ല. ഒരു കലാകാരൻ എന്ന നിലയിൽ ഹിമാലയത്തോളം ഉയരത്തിൽ നിൽക്കുമ്പോഴും ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ മണ്ണിൽ ചവിട്ടി നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നത് മോഹൻലാൽ എന്ന വ്യക്തിയുടെ വിജയമാണ്.
തന്റെ കഴിവുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വളരാവുന്ന വഴികളിലെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തിയ വ്യക്തി. നിങ്ങളൊരു സിനിമാ പ്രേമിയോ അല്ലെങ്കിൽ ബിസിനസ് കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു യുവ സംരംഭകനോ ആവട്ടെ, മോഹൻലാലിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട്. ആഗ്രഹവും കഠിനാധ്വാനവും കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഏതൊരു മേഖലയിലും നമുക്ക് വിജയം കൊയ്യാം എന്നത് മോഹൻലാലിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്.